ഹായ് എസ് പി ഉള്ള ചിറയൻകീഴ് നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് സ്ഥാനാർത്ഥി രമ്യ ഹരിദാസിനെ കോൺഗ്രസ്സുകാർ സകല എതിർപ്പുകളെയും മറികടന്നുകൊണ്ട് തീരുമാനിച്ചു. എങ്ങനെ? പ്രാദേശികമായിട്ട് അവിടെ എതിർപ്പ് ഉയർത്തിയ മുഴുവൻ തലസ്ഥാനത്തെ പിന്നോക്ക വിഭാഗക്കാരായിട്ടുള്ള നേതാക്കന്മാരെ, അതിനോടൊപ്പം തന്നെ സംഘടനകളെ മുഴുവൻ അവഗണിച്ചുകൊണ്ട് രമ്യ ഹരിദാസിനെ തീരുമാനമെടുക്കുമ്പോൾ ആ സ്ഥാനാർത്ഥിയെക്കുറിച്ച് ഈ കോൺഗ്രസ്സുകാരുടെ മാധ്യമ യൂണിറ്റിലുള്ളവർ പറയുന്നത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. കാര്യം ഇവർ സർവ്വസ്വീകാര്യരാണ് എന്ന നിലയ്ക്ക് ഇന്നത്തെ കാലഘട്ടത്തിൽ അടിച്ചേൽപ്പിക്കുന്ന ഒരു സ്ഥാനാർത്ഥി. ആ സ്ഥാനാർത്ഥിയെക്കുറിച്ച് കഴിഞ്ഞ ദിവസം റിപ്പോർട്ടർ ചാനലിലെ മീറ്റ് ദ എഡിറ്റേഴ്സ് പരിപാടിക്കിടയിൽ സ്മൃതി പരുത്തിക്കാട് പറഞ്ഞൊരു വാചകമുണ്ട്, നിങ്ങൾ കേൾക്കണം, ശ്രദ്ധിക്കുക. കോൺഗ്രസിന് വേണ്ടി ഏറ്റവും കൂടുതൽ വായ്ത്താരിയിടുന്ന വ്യക്തി രമ്യ ഹരിദാസിനെ ചിറയൻകീഴ് മത്സരിപ്പിക്കാൻ ശ്രമിച്ചപ്പോൾ അതിനെക്കുറിച്ച് പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് എന്താണെന്ന് നിങ്ങൾ ശ്രദ്ധിച്ചേ. ചെങ്ങന്നൂർ പോലുള്ള പ്രധാനപ്പെട്ട മണ്ഡലങ്ങളിൽ ഇതുവരെ സ്ഥാനാർത്ഥി നിശ്ചയിച്ചില്ല. എന്താണ് അവർക്ക് പറ്റാത്ത? ആറന്മുളയൊക്കെ നേരത്തെ തന്നെ അബിൻ വർക്കിയുടെ പേര് വന്നു കഴിഞ്ഞതാണ്, ഇതുവരെ ചെയ്തിട്ടില്ല എന്നുള്ളത് പ്രാദേശികമായിട്ടുള്ള ആളുകളുടെ വികാരം മനസ്സിലാക്കിയെന്ന് പറയുന്നു. ചിറയൻകീഴ് രമ്യ ഹരിദാസിനെ കൊണ്ട് രമ്യ അത് പറയാൻ വിട്ടുപോയി. എല്ലാ തെരഞ്ഞെടുപ്പിലും ഇങ്ങനെ ഇറങ്ങി പുറപ്പെട്ട് ചില നേതാക്കളെ മസ്കയടിച്ച് സോപ്പിട്ട് സീറ്റ് തരപ്പെടുത്തുക എന്നൊരു രീതിയിലേക്ക് അവർ വരുന്നുണ്ട്. അത് വളരെ മോശമാണ്. കാരണം പ്രാദേശികമായി ചിലക്കരെങ്ങനെയാണ് തോറ്റത്, സാധ്യതയുണ്ടായിരുന്നതാണ്. ആ സാധ്യത ഇല്ലാതാക്കിയത് അവരാണ്. ഇപ്പോഴും അത് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. അങ്ങിപ്പോ പറഞ്ഞ പേരുമായി ബന്ധപ്പെട്ട അങ്ങനെയുള്ള സ്വാധീനമൊക്കെ എന്തായാലും രമ്യ ഹരിദാസ് നേടിയിട്ടുണ്ടെന്നുള്ളതാണ്. വശമതരാകുന്നു എന്നുള്ളതാണ് പ്രശ്നം. മാത്രമല്ല അവിടെ വളരെ പ്രാദേശികമായി വേറെ പ്രധാനപ്പെട്ട നേതാക്കളെ അവർ മുന്നോട്ട് വയ്ക്കുന്ന ആ പ്രദേശത്ത് അവരെയൊക്കെ ഒഴിവാക്കിയിട്ടാണ് രമ്യ ഹരിദാസിനെ പരിഗണിച്ചത്. അതൊരു തെറ്റായ തീരുമാനം തന്നെയാണ് പറയുന്നത്. എന്നാലും നോക്കാം, അവിടെ ഒരു ശക്തമായ മത്സരം എന്ന നിലയ്ക്കാണ് രമ്യ ഹരിദാസിനെ കൊണ്ടുവന്നത് എന്നൊരു വാദമാണ് പറയുന്നത്. പക്ഷെ അത് എത്രത്തോളം ഫലവത്താകുമെന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ നേരത്തെയുള്ള തെരഞ്ഞെടുപ്പിലും അത് പ്രതിഫലിക്കണമായിരുന്നല്ലോ. എല്ലായിടത്തും അങ്ങനെ പാട്ടുപാടി ജയിക്കാന്ന് കരുതുന്നത് ശരിയാണ്. കേട്ടല്ലോ, എല്ലാ തെരഞ്ഞെടുപ്പ് എത്തുമ്പോഴും നേതാക്കന്മാരെ മസ്കയടിച്ചു. എന്തടിച്ചു? മസ്കയടിച്ചു. നമുക്ക് പരിചയമില്ലാത്ത വാക്കാണ് അത്. കോൺഗ്രസ്സുകാർക്കിടയിൽ മാത്രമുള്ള ഒരു വാക്കാണ് മസ്ക. അതായത് സ്ത്രീകൾ ആയിട്ടുള്ളവർക്ക് സീറ്റ് കിട്ടാൻ നേതാക്കന്മാരെ മസ്കയടിച്ചാൽ മതി എന്ന് സ്മൃതി പരുത്തിക്കാട് തുറന്നു പറയുകയാണ്. അതിന് സോപ്പിട്ടാൽ മതി എന്നൊരു വാക്കുകൂടി പറയുന്നുണ്ട്. ഇതെന്താണ് ഈ സോപ്പിടൽ മാനദണ്ഡം? നേരത്തെ പത്മജ വേണുഗോപാൽ പാർട്ടി വിടും മുന്നേ പറഞ്ഞതുപോലെ KPCCയുടെ സംഘടനാ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള KP അനിൽകുമാർ സംഘടന വിടുന്നതിന് മുന്നോടിയായിട്ട് പറഞ്ഞതുപോലെ പെട്ടിയിടപ്പുകാർക്കും ബാക്കിയുള്ള കാര്യം പറയാൻ കൊള്ളത്തില്ല എന്ന് പറയുന്നിടത്ത് രമ്യ ഹരിദാസിന് സീറ്റ് കൊടുത്തതിൻ്റെ മാനദണ്ഡം എന്നാണ്. തലസ്ഥാനത്തുള്ള ഈ റിസർവേഷൻ കാറ്റഗറിയിൽപ്പെട്ട അല്ലെങ്കിൽ പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ട ഒരൊറ്റ നേതാക്കന്മാർ ക്വാളിറ്റി ഇല്ലാത്തവന്മാരാണെന്ന് മുദ്രകുത്താൻ നിങ്ങൾക്കാരാണ് അനുമതി തന്നെ? അടൂർ പ്രകാശിന്റെ പ്രത്യേക താല്പര്യത്തിലാണ് രമ്യ ഹരിദാസിനെ ചിറയൻകീഴ് കൊണ്ടുവന്നു എന്ന് പറയുന്നത്. നിങ്ങൾ, അതായത് ഈ കോൺഗ്രസിനോടൊപ്പം നിൽക്കുന്ന പിന്നോക്ക സമുദായക്കാരായിട്ടുള്ളവർ, നിങ്ങൾ ഇതിനെ അംഗീകരിക്കുന്നുണ്ടോ? നിങ്ങളെ ഇത്ര പരസ്യമായിട്ട് ഈ സമൂഹത്തിന്റെ മുന്നിൽ കഴിവില്ലാത്തവരെന്ന ചാപ്പ കുത്തുമ്പോൾ ഈ പ്രസ്ഥാനത്തിനോടൊപ്പം നിൽക്കുന്ന നിങ്ങൾക്ക് ആത്മാഭിമാനവും അന്തസ്സും ഉണ്ടോ എന്ന് ഈ നാട്ടിലെ മനുഷ്യർ അങ്ങോട്ട് ചോദിക്കുകയാണ്. കാര്യം നിങ്ങൾ ഇത്രയും ദിവസം ഉയർത്തിയ പ്രതിഷേധങ്ങൾക്ക് പുല്ലുവില കൽപ്പിക്കുന്നുണ്ടെങ്കിൽ ആ പാർട്ടിക്കകത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും വിലയുണ്ടോ? നിങ്ങൾ ഉയർത്തുന്ന വെല്ലുവിളിയെ അല്ലെങ്കിൽ നിങ്ങൾ ഉയർത്തുന്ന പ്രതിഷേധങ്ങളെയൊക്കെ പുല്ലുവില കൽപ്പിക്കുന്നുണ്ടെങ്കിൽ നേതാക്കന്മാർക്ക് വേണ്ടി കഴിഞ്ഞൊരു വീഡിയോ പറഞ്ഞ പോലെ വിറക് കീറാനും വെള്ളം കോരാനുമുള്ള അടിമകളും ഇവിടെ ആളെക്കൂട്ടാൻ, അതായത് പ്രതിഷേധത്തിന് നേതാക്കന്മാർക്ക് വന്ന് പ്രസംഗിക്കാൻ ആളെക്കൂട്ടാനുള്ള ചില ഉപകരണങ്ങൾ മാത്രമാണ് തലസ്ഥാനത്തെ പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ട കുറേയേറെ മനുഷ്യർ അഥവാ കോൺഗ്രസ് പ്രവർത്തകരെന്ന് KPCC നേതൃത്വവും അടൂർ പ്രകാശും ഒപ്പം തന്നെ VD സതീശൻ ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ തെളിയിച്ച സന്ദർഭമാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ഈ റിപ്പോർട്ടർ ചാനലിരിക്കുന്ന സ്മൃതി പരുത്തിക്കാടിനെ പോലെയുള്ള കോൺഗ്രസ് അനുഭാവികളായിട്ടുള്ള അവതാരകർക്ക് വരെ ഇഷ്ടപ്പെടാത്തൊരു കാര്യത്തെ ഇവിടെ അടിച്ചേൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ മസ്ക എന്താണെന്ന് നിങ്ങൾക്ക് ചിന്തിക്കാവുന്നതാണ്. അടൂർ പ്രകാശിനോടൊക്കെ എന്ത് മസ്കയാണ് രമ്യ ഹരിദാസ് എന്ന വ്യക്തി ഈ സീറ്റിന് വേണ്ടി ഉപയോഗപ്പെടുത്തിയത് എന്ന ചോദ്യം കൂടി പ്രസക്തമാകുന്ന സന്ദർഭത്തിൽ ഇങ്ങനെ ഒരു വാചകം ഒരു ചാനലിലെ അവതാരക തന്നെ ഉന്നയിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് അത് റേസ് ചെയ്യാനുള്ള ഉത്തരവാദിത്വം ഈ സമൂഹത്തിനുമുണ്ട്. ആ മസ്ക എന്താണെന്ന് അടൂർ പ്രകാശാണ് വിശദീകരിക്കേണ്ടത്. അടൂർ പ്രകാശിന് എന്ത് മസ്കയാണ് അഥവാ എന്ത് സോപ്പാണ് ഈ ചിറയൻകീഴ് സീറ്റിലുള്ള തലസ്ഥാനത്തെ മുഴുവൻ പിന്നോക്കക്കാരായിട്ടുള്ള അർഹതപ്പെട്ടവരെ എല്ലാം വെട്ടി ഈ സീറ്റ് കൊടുക്കാനുള്ള കാരണം, അതിന് അവസരമുണ്ടാക്കിയ ആ മസ്ക എന്താണെന്ന് വിശദീകരിക്കാൻ ഉത്തരവാദിത്തമുണ്ടെന്ന് പറയേണ്ടി വരികയാണ്. വലിയ പൊട്ടിത്തെറി ചിറയൻകീഴ് മണ്ഡലത്തിലെ സംബന്ധിച്ചുണ്ടാകുന്നുണ്ട്.
ഇനാക്റ്റീവ് ആകേണ്ട, അതായത് ഇതോടുകൂടി ഈ പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ട പലരും പ്രവർത്തന രംഗത്തേക്ക് ഇറങ്ങാതിരിക്കാനുള്ള അവസരം ഉണ്ടാവുകയാണ്. മറ്റെന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് ചെയ്യുന്ന ഈ പ്രവർത്തനം മണ്ഡലത്തിൽ കോൺഗ്രസിന് തിരിച്ചടിയാവും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട.